ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിന് വലിയ വിജയം നേടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ ഞങ്ങളെ ഉറപ്പാണല്ലോ മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ എതിർപക്ഷത്തും ഉണ്ടാവുന്നു. ഒരു എതിരാളിയില്ലാത്ത മത്സരമൊന്നും ഞങ്ങളും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം 9 കൊല്ലമായിട്ട് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അപ്പോൾ സ്വാഭാവികമായി സ്ഥാനാർത്ഥി ഉണ്ടാവും. പക്ഷെ 9 വർഷക്കാലമായി സിറ്റിംഗ് സീറ്റായ CPMന് ഏപ്രിൽ മുതൽ തെരഞ്ഞെടുപ്പ് നടക്കും, മെയ് മാസം തെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞതാണ്. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം CPM ഉൾപ്പെടെ മാർച്ച് മാസം അവസാനം നടത്തി. ഇപ്പോൾ ഏപ്രിലും കഴിഞ്ഞ് മെയ് തീരാറായി. 2 മാസം കഴിയുമ്പോഴും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇന്നാണ്. ആ പ്രഖ്യാപനത്തിനെടുത്ത അന്വേഷണം, തെരച്ചിൽ, കണ്ടെത്തിയ ആളുകൾ, ഇതൊക്കെ സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. 1-ാം ഘട്ടത്തിൽ തന്നെ തോൽവി അവർ സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ വിജയിക്കും. ഒരു 100 പേജിന് നോട്ട് ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ അത് മതിയാവില്ല. ഇപ്പോൾ അവർ അന്വേഷിച്ച ആളുകളുടെ പേര് എഴുതി കഴിഞ്ഞു. എല്ലാ അന്വേഷണവും നടത്തി യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ഥാനാർത്ഥിയെ ഒരു തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥിത്വം അടിച്ചേൽപ്പിച്ചതാണ് എന്ന് പറയേണ്ടി വരും. ഞാൻ നിങ്ങളെ കൊടുത്ത വാർത്തകളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ഭാഗമായി ചില തെറ്റുതിരുത്തലുകളൊക്കെ നടത്തേണ്ടതുണ്ട് എന്ന് ഈ സ്ഥാനാർത്ഥിയെക്കുറിച്ചൊരു പരാമർശം ഞാൻ ചില മാധ്യമങ്ങളിൽ വായിച്ചു. അങ്ങനെയാണെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള ഭാഗമായിട്ടായിരിക്കും സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. അതല്ല എങ്കിൽ ഇവിടെ 100% UDF വിജയിക്കുന്ന ഒരു സീറ്റാണ് എന്ന് ഏറ്റവും ബോധ്യമുള്ള ആളാണ് സ്ഥാനാർത്ഥിയാണ്. നിങ്ങളെ കൊടുത്തു, അദ്ദേഹം തന്നെ ഇത് നിരസിച്ചു, അദ്ദേഹം താല്പര്യമില്ല, പാർട്ടി പറഞ്ഞിട്ടും അദ്ദേഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയെന്നൊക്കെ എനിക്കറിയില്ല. പല മാധ്യമങ്ങളിൽ ഞാൻ കണ്ട വിവരം എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, ഞാൻ പറഞ്ഞത് മാത്രം. ഞാൻ ഇത്രയും വലിയ അന്വേഷണം നടത്തി അവസാനം കൊണ്ടെത്തിച്ചത് ഇവിടെയാണല്ലോ. മുമ്പ് വടകരാണെന്ന് തോന്നുന്നു, ജയരാജനെ ഇതാ പിടിക്കാൻ പോകുന്നു, വടകര പിടിക്കാൻ വേണ്ടി ജയരാജനെ പറഞ്ഞയച്ചു. അവസാനത്തെ സ്ഥിതി അറിയാമല്ലോ. പിന്നീട് ശൈലജ ടീച്ചറെ വടകര പിടിക്കാൻ വേണ്ടി ശൈലജ ടീച്ചറെ പറഞ്ഞയച്ചു. അവിടെയും റിസൾട്ട് എന്താണെന്നറിയാം. ഇവിടെയും റിസൾട്ട് എന്താണ് എന്നുള്ളത് ഈ വരുന്ന ജൂൺ 23-ാം തീയതി അറിയും. നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിന് UDF സ്ഥാനാർത്ഥി വിജയിക്കും. അല്ല, ഞാൻ അതൊന്നും പറഞ്ഞില്ല. സ്ഥാനാർത്ഥികളുടെ അവരുടെ മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഒന്നുമല്ല ഞാൻ പോയത്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തെക്കുറിച്ചാണ് പറഞ്ഞത്.